സോ നമ്മൾ അടുത്ത ക്യൂബ്സ് ആൻഡ് ഡൈസിലെ തന്നെ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്തത് എന്താണ്, ക്ലോസ്ഡ് ഡൈസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത് അല്ലേ. ക്ലോസ്ഡ് ഡൈസ് വെച്ചിട്ട് എങ്ങനെ ഒരു ഡൈസ് ഐഡന്റിഫൈ ചെയ്യാം, ആ ഡൈസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒരു ഫേസിന്റെ ഓപ്പോസിറ്റ് ഫേസ് കണ്ടുപിടിക്കാം, അതൊക്കെയാണ് നമ്മൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും വീഡിയോസിൽ പഠിച്ചത്. ഇതിന് നമ്മൾ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം, എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ക്ലോസ്ഡ് ഡൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരും. എന്താണ് ക്ലോസ്ഡ് ഡൈസ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരും, അതായത് ഇങ്ങനെ വിടർത്തി തരും. വിടർത്തി തരുന്ന സമയത്ത് ഓരോന്നിനും ഓപ്പോസിറ്റ് ഫേസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ ആൻസർ ചെയ്യാം. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ 4 ഡിഫറെൻറ്റ് ടൈപ്സ് 4 ഡിഫറെൻറ്റ് രീതിയിൽ ഒരു ഡൈസ് ഓപ്പൺ ചെയ്യുന്നത് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ ഓപ്പൺ ഡൈസ് നോക്കിക്കേ. എന്താണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതിന് പ്രധാനമായിട്ടും മിക്ക ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ 4 എണ്ണം അടുങ്ങി ഉണ്ടാവും. കണ്ടോ, ഇവിടെ 4 ഫേസ് അടുങ്ങി കണ്ടോ. ഞാൻ 4 ഫേസ് അടുങ്ങി ഉണ്ടാവും. അതിൻ്റെ അപ്പുറത്തെ സൈഡിലും ഓരോ സൈഡിലായിട്ട് എന്താണ്, ഓരോ സൈഡിലായിട്ട് ഓരോ ഫേസസ് വീതവും ഉണ്ടാവും. ഇങ്ങനെയാണ് ഒരു ടൈപ്പ് ഓഫ് ഡൈസ് ഓപ്പൺ ഡൈസ് വരുന്നത്. എങ്ങനെയാണ്, 4 ഫേസുകൾ ഇങ്ങനെ അടുങ്ങി വരും. അതിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഓരോ ഫേസ് ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഓപ്പോസിറ്റ് സൈഡിലെയും ഫേസസ് ഒരേ ലൈനിലാണ് ഇരിക്കുന്നത് അല്ലേ. ഇവിടെ 1ഉം 3ഉം ഒരേ ലൈനിലാണ് ഇരിക്കുന്നത്. പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 1ഉം 3ഉം അങ്ങനെ ഒരുമിച്ചിരിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല. നോക്കിയേ, രണ്ടാമത്തേത് നോക്കിക്കേ, രണ്ടാമത്തേതിൽ 4 ഫേസ് അടുങ്ങി ഉണ്ട്. ബട്ട് അപ്പുറത്തെ ഫേസിലെയും ഇപ്പുറത്തെ ഫേസസിലെയും അപ്പുറത്തെ സൈഡിലെയും ഇപ്പുറത്തെ സൈഡിലെയും ഫേസസ് രണ്ടും എന്താണ്, ഒന്ന് അങ്ങേയറ്റവും ഒന്ന് ഇങ്ങേയറ്റമാണ് ഇരിക്കുന്നത് അല്ലേ. സോ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. 4 ഫേസസുകൾ എന്ത് വേണം, അടുങ്ങി ഇരിക്കണം. എന്താണ്, 2 സൈഡിലെ ഫേസസ് ഓരോന്ന് വെച്ച് ഓരോ സൈഡിലായിട്ട് ഇരിക്കണം എന്നേ ഉള്ളൂ. അത് ഇന്ന പൊസിഷനിൽ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ കണ്ടു, ഇവിടെ 2 ഇവിടെ വന്നു, 4 ഇവിടെ വന്നു. സോ ഒന്നെന്താണ് ഈ സൈഡിലും ഒന്ന് ഈ സൈഡിലും, അത് മാത്രമേ നിർബന്ധമുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒന്നാമത്തെ പൊസിഷനിലെ പോലെ ഒരേ ലൈനിൽ വരണം എന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒന്ന് മുകളിലും ഒന്ന് താഴെ വരണം എന്നോ അങ്ങനെയൊന്നും നിർബന്ധമില്ല. 2 സൈഡിലായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഓരോ ഫേസ് വീതം വരണം. അത്രേ ഉള്ളൂ നമ്മുടെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓപ്പോസിറ്റ് ഫേസ് ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 4 ഫേസ് അടുങ്ങി ഇരിക്കുന്നത് കണ്ടോ. ഇവിടെ 2, 4, 5, 6. ഒന്നാമത്തെ ഫിഗറിൽ 2, 4, 5, 6 ഈ ഫേസസ് ആണ് അടുങ്ങി ഇരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഓപ്പോസിറ്റ് ഫേസസ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇത്രയേ ഉള്ളൂ, ഭയങ്കര എളുപ്പമാണ്. എന്താണ്, ആൾട്ടർനേറ്റീവ് ഫേസസ് ആയിരിക്കും എപ്പോഴും ഓപ്പോസിറ്റ് ഫേസസ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റീവ് ഫേസസ് ആയിരിക്കും എപ്പോഴും ഓപ്പോസിറ്റ് ഫേസസ് എന്ന് പറയുന്നത്. അതായത് 2 കഴിഞ്ഞ് 4 അതിന്റെ അഡ്ജസന്റ് ആണല്ലേ. അടുത്ത ആൾട്ടർനേറ്റീവ് ആരാ, 5. സോ 2ന്റെ ഓപ്പോസിറ്റ് ആരാ, 2ന്റെ ഓപ്പോസിറ്റ് 5. 2ന്റെ ഓപ്പോസിറ്റ് 5. 4ന്റെ ആൾട്ടർനേറ്റീവ് ആരാ, 4ന്റെ ആൾട്ടർനേറ്റീവ് 6 ആണ്. സോ 4ന്റെ ആൾട്ടർനേറ്റീവ് 6. പിന്നെ ഓരോ അപ്പുറത്തെ സൈഡിൽ 2 സൈഡിലായിട്ട് 2 ഫേസസ് ഉണ്ടല്ലോ, അവർ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 1ഉം 3ഉം എന്താണ്, ഓപ്പോസിറ്റ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഡൈസിൽ ഓപ്പോസിറ്റ് ഫേസസുകൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഫിഗർ നോക്കിക്കുക. രണ്ടാമത്തെ ഫിഗറിൽ 3ന്റെ ഓപ്പോസിറ്റ് ആരാ, 3ന്റെ ആൾട്ടർനേറ്റീവ് 6 ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത്. 1ന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 5 ആണ് അതിന്റെ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറയുന്നത്. അപ്പുറത്ത് 2 സൈഡിലായിട്ടുള്ള 2ഉം 4ഉം ഓപ്പോസിറ്റ് ഫേസസ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ. മൂന്നാമത്തെ ഫിഗറിൽ 1ന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 4 ആണ് അതിന്റെ ഓപ്പോസിറ്റ്. 5ന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള 2 ആണ് അതിന്റെ ഓപ്പോസിറ്റ്. ഓരോ സൈഡിലായിട്ടുള്ള 3ഉം 6ഉം ഓപ്പോസിറ്റ് ആണ്. ഇനി അടുത്ത ഇതല്ലാതെ ഇപ്പൊ പറഞ്ഞ രീതിയിലല്ലാതെ ഒരു ടൈപ്പിലും കൂടെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഡൈസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. കണ്ടോ, ഈ 4ാമത്തെ ഫിഗർ കണ്ടോ. ഈ 4ാമത്തെ ഫിഗറിൽ എന്താ, 4 ഫേസ് അടുങ്ങി ഇരുന്നിട്ട് ഓരോ ഫേസ് വീതം ഓരോ സൈഡിലായിട്ടല്ല അല്ലേ. എങ്ങനെയാണ്,
3 ഫേസ് അടുങ്ങി അപ്പുറത്തെ സൈഡിൽ 3 ഫേസ് അടുങ്ങി. അത് ഈ ഒരു അറേഞ്ച്മെന്റിലായിരിക്കും വരിക. ഈ ഒരു അറേഞ്ച്മെന്റിലായിരിക്കും അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരിക. അവിടെ നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ആൾട്ടർനേറ്റീവ് ഫേസസ് നോക്കിയാൽ മതി. 4ന്റെ ആൾട്ടർനേറ്റീവ് ആരാ? 4ന്റെ ആൾട്ടർനേറ്റീവ് 2. 4ന്റെ ആൾട്ടർനേറ്റീവ് 2. 1ന്റെ ആൾട്ടർനേറ്റീവ് ആരാ? 1ന്റെ ആൾട്ടർനേറ്റീവ് 5. 1ന്റെ ആൾട്ടർനേറ്റീവ് 5. ബാക്കിയുള്ള ഫേസസ് ആരാ? ഈ 3യും ഈ 6ഉം. മിഡിലുള്ള അവ രണ്ടുപേരും എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സോ ഓപ്പൺ ഡൈസിൽ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയേ, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കേ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എ ക്യൂബ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് അലോങ് ദ ലൈൻസ് ഷോൺ ഇൻ ദ cubes of form. What would be the word on the opposite side of ball? ബോളിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബോൾ എവിടെയാ? ഈ 4 ഫേസ് അടുങ്ങി ഇരിക്കുന്നതിന്റെ ഈ ഒരു എന്താണ് ലെഫ്റ്റ് സൈഡിലാണ് അല്ലേ? സോ സൈഡിൽ ഇരിക്കുന്നത് തമ്മിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? സൈഡിൽ ഇരിക്കുന്ന ഫേസസ് തമ്മിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ബോളിന്റെ ഓപ്പോസിറ്റ് ആരാ? ഫീൽഡ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the given figure is folded to form a cube, which alphabet will be come on the face opposite to A? A എന്ന് പറയുന്ന ഫേസിന് ഓപ്പോസിറ്റ് വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഫിഗർ ചരിച്ചു വച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് 4 ഫേസ് അടുങ്ങിയിരിക്കുന്നത് അല്ലേ? അതിൽ ആൾട്ടർനേറ്റീവ് ഫേസസ് അല്ലേ ഓപ്പോസിറ്റ് വരുന്നത്? എയുടെ ആൾട്ടർനേറ്റീവ് ആരാ? എയുടെ ആൾട്ടർനേറ്റീവ് എച്ച്. സോ എയുടെ ഓപ്പോസിറ്റ് ആരാ? എച്ച്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. On folding the given dice, which letter will be opposite to the letter N? N-ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലെറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. N-ന്റെ ആൾട്ടർനേറ്റീവ് ആരാ? N-ന്റെ ആൾട്ടർനേറ്റീവ് J. സോ ഓപ്പോസിറ്റ് ഏതാ? J ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. What would be the Roman numeral on the opposite side of 6 if the given sheet is folded to form a cube? അതായത് ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ 6 എന്ന് പറയുന്ന റോമൻ ലെറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. 6 എന്ന് പറയുന്ന റോമൻ ലെറ്റർ ഇവിടെ എവിടെയാണ്? ഇതല്ലേ? സോ 6ന്റെ ആൾട്ടർനേറ്റീവ് ആരാ? അതെ, ഇയാൾ അല്ലേ? അതാരാ? 2. സോ ഏതാണ്? സോ ഓപ്ഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ 6ന്റെ ഓപ്പോസിറ്റ് ആരാണ്? 2 ആണല്ലേ? ഓക്കെ ആണോ? സോ 6ന്റെ ഓപ്പോസിറ്റ് 2. അടുത്ത ക്വസ്റ്റ്യൻ. When the given figure is folded to form a cube, which face is opposite to face A? എയുടെ ഓപ്പോസിറ്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയുടെ ഓപ്പോസിറ്റ് ആരാണ്? എയുടെ ഓപ്പോസിറ്റ് ഐ ആണ് അല്ലേ? എയുടെ ഓപ്പോസിറ്റ് ഐ ആണ്. എയുടെ ഓൾട്ടർനേറ്റീവ് ഐ ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ തന്നെ ആറിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ആറിന്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ആറിന്റെ ആൾട്ടർനേറ്റീവ് എച്ച് ആയിരിക്കും അല്ലേ? എന്നും ഇയും മിഡിലുള്ള ബാക്കി വരുന്ന എന്നും ഇയും ആയിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When the following figure is folded to form a cube, which letter number will be on the face opposite to the face showing the letter number A1? A1 എന്ന ഫേസിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. A1ന്റെ ആൾട്ടർനേറ്റീവ് ആരാണ്? A1ന്റെ ആൾട്ടർനേറ്റീവ് U5 ആണ്. സോ ഓപ്പോസിറ്റ് ആരാണ്? U5. ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. I3യുടെ ഓപ്പോസിറ്റ് ആരാണ്? I3യുടെ ഓപ്പോസിറ്റ് I3 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഫേസ് ആണ്. സോ റൈറ്റ് സൈഡിലുള്ള Z6 ആയിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. O4ന്റെ ഓപ്പോസിറ്റ് O4ന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള E2 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Two orientations of a dice are shown. The dice can be obtained by folding which of the option figure along the lines? അതായത് ഒരു ഡൈസിന് തന്നെ 2 പൊസിഷൻസ്, ക്ലോസ്ഡ് ഡൈസിന് 2 പൊസിഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ this dice can be obtained by folding which of the following figure along the lines? ഈ താഴെ തന്നിരിക്കുന്ന ഓപ്പൺ ഡൈസസ് കണ്ടോ? ഈ ഓപ്പൺ ഡൈസസിൽ ഏത് ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഡൈസ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഡൈസസിന്റെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കണം. എന്താണ് ക്വസ്റ്റ്യൻ ഡൈസിന്റെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കണം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഫേസിൽ കോമൺ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ഫേസസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ലെറ്റർ നോക്കൂ അല്ലേ? കോമൺ ലെറ്റർ ആരാണ്? ഡോളർ മാത്രമാണ് കോമൺ ആയിട്ടുള്ളത് അല്ലേ? ഡോളർ മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. സോ നമ്മൾ
ഒരു ഫേസ് കോമൺ ആയിട്ടുള്ളത് ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്ലോക്ക് വൈസ് അറേഞ്ച്മെന്റ് നടത്തും. സോ ഇങ്ങനെ ഒന്നാമത്തെ ഫിഗർ അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ ഡോളർ അറ്റ് ആൻഡ് അല്ലേ. രണ്ടാമത്തേത് ക്ലോക്ക് വൈസ് അറേഞ്ച്മെന്റ് നടത്തുമ്പോൾ ഡോളർ പെർസെൻറ്റേജ് ഹാഷ്ടാഗ് അല്ലേ. അപ്പോൾ നമുക്ക് അറ്റിൻ്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജും ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഹാഷും കിട്ടി. ഇനി നമുക്ക് ഡോളറിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഓപ്പൺ ഡൈസ് നോക്കിക്കേ, അവിടെ പെർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ആരാണ്? അറ്റാണ്. നമുക്ക് നമ്മുടെ ആൻസർ ഫിഗറിൽ നിന്ന് നമുക്ക് പെർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് അറ്റാണ് വന്നത്. സോ അത് സാറ്റിസ്ഫൈ ആയി. ഇനി ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്താണ്? ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഡോളറാണ്. ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഡോളർ ആണോ? അല്ല. സോ എന്താണ്? ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഹാഷ് ആണ്. സോ ഫിഗർ 1 വരില്ല. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കിക്കേ, രണ്ടാമത്തെ ഫിഗറിൽ ജിയുടെ ഓപ്പോസിറ്റ് ഡോളർ. സോ നമുക്ക് അറിയാത്തത് ഡോളറിന്റെ ഓപ്പോസിറ്റ് ഏത് ലെറ്റർ സിമ്പൽ വരുമെന്നാണ് നമുക്ക് അറിയാത്തത്. സോ നമുക്കത് ജി എന്ന് എടുക്കാം. ഓക്കെ, സോ ജിയുടെ ഓപ്പോസിറ്റ് ഡോളർ, അപ്പൊ അത് ഓക്കെ ആയി. അറ്റിന്റെ ഓപ്പോസിറ്റ് ആൻഡ്. അറ്റിന്റെ ഓപ്പോസിറ്റ് ആൻഡ് ആണോ? അല്ല. അറ്റിന്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് ആണ്. സോ ഫിഗർ 2 അല്ല. അടുത്ത ഫിഗർ നോക്കിയാൽ മൂന്നാമത്തെ ഫിഗറിൽ ആൻഡിൻ്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ്. അത് നമുക്ക് ആൻഡിൻ്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് തന്നെയാണ്. ഡോളറിൻ്റെ ഓപ്പോസിറ്റ് ജി ആണ്, അതും കറക്റ്റാണ്. അറ്റിൻ്റെ ഓപ്പോസിറ്റ് പെർസെൻറ്റേജ് ആണ്, അപ്പോൾ അതും കറക്റ്റായി. സോ ഫിഗർ 3 ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ക്വസ്റ്റ്യൻ ഡൈസ് കിട്ടുന്നുണ്ടല്ലേ. സോ ഫിഗർ 3 വരും. അടുത്തത് നോക്കിക്കേ, ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഡോളർ ആണ്. ആൻഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഡോളർ ആണോ? അല്ല. ആൻഡിൻ്റെ ഓപ്പോസിറ്റ് ഹാഷ് ആണ്. സോ ഫിഗർ 4 വരില്ല. സോ ഫിഗർ 3 അല്ലെങ്കിൽ ഫിഗർ സി ആണ് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഈ ക്ലോസ് ഡൈസ് കിട്ടുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഫിഗർ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയാം. അതായത് ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് ഒരു ക്ലോസ്ഡ് ഡൈസിന്റെ 2 ഓറിയന്റേഷൻസ് അല്ലെങ്കിൽ 2 പൊസിഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 4 ഓപ്പൺ ഫേസസും ഓപ്പൺ ഡൈസസും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് ഓപ്പൺ ഡൈസ് ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ മടക്കുമ്പോഴാണ്, ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്ലോസ്ഡ് ഡൈസ് കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ക്ലോസ്ഡ് ഡൈസിന്റെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിച്ച് അത് സെറ്റാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഒരു ഓപ്പോസിറ്റ് ഫേസസ് തന്നെയാണോ ഈ ഓപ്പൺ ഡൈസിലും വരുന്നത് എന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൻസർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഫിഗർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് കിട്ടി. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ക്യൂബ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് അലോങ് ദി ലൈൻസ്. അതായത് എന്താണ്? ഈ ഒരു ഓപ്പൺ ഡൈസ് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏത് ക്യൂബാണ് ഫോം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സെലക്ട് ദ ക്യൂബ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൺ ഷീറ്റ് അലോങ് ദി ലൈൻസ്. ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന 4 ക്യൂബിൽ ഏത് ക്യൂബ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ആൻസർ ഫിഗറിലെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം, 1ന്റെ ഓപ്പോസിറ്റ് 1ന്റെ ആൾട്ടർനേറ്റീവ് 3 ആണ്. 2ന്റെ ഓപ്പോസിറ്റ് 2ന്റെ ആൾട്ടർനേറ്റീവ് 4 ആണ്. 5ന്റെ ഓപ്പോസിറ്റ് 6 ആണ്. ഓക്കെ, ഫിഗർ എ നോക്കിക്കേ. 6ന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 2, 5 അല്ലേ. 2ഉം 5ഉം ആണ് 6ന്റെ അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ഒരു ഫിഗറിൽ 6ന്റെ ഓപ്പോസിറ്റ് ആണ് 5 വരുന്നത് അല്ലേ. 6ന്റെ ഓപ്പോസിറ്റ് ആണ് 5 വരുന്നത്. സോ എന്താണ്? 6ന്റെ അഡ്ജസൻറ്റ് 5 വരില്ല. സോ ഫിഗർ എ വരില്ല. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തെ നോക്കിക്കേ. രണ്ടാമത്തെ അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നത് 1, 6, 5 ആണ്. അവിടെ 6ഉം 5ഉം എന്തായിട്ട് വരുന്നുണ്ട്? അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം 6ഉം 5ഉം ഓപ്പോസിറ്റ് ഫേസസ് ആണ്. സോ 6ഉം 5ഉം അഡ്ജസൻറ്റ് വരില്ല. സോ ഫിഗർ ബിയും അല്ല. അടുത്തത് എന്താ? ഓപ്ഷൻ സിയിൽ അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? 2, 3, 6 അല്ലേ. 2, 3, 6 വരുന്നുണ്ട്. സോ 2, 3, 6 എന്താണ്? 2ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. സോ 4 അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നില്ല, അത് ഓക്കെ ആണ്. 3യുടെ ഓപ്പോസിറ്റ് 1 ആണ്. സോ 1ഉം വരുന്നില്ല, അത് ഓക്കെ ആണ്. 6ന്റെ ഓപ്പോസിറ്റ് 5 ആണ്. സോ 5ഉം വരുന്നില്ല. സോ ഈ ഒരു ഫിഗർ സിയിൽ ഓപ്പോസിറ്റ് ഫേസസ് ഒന്നും അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നില്ല. സോ സി വരാം. ഓക്കെ, ഇനി ഫിഗർ ഡി നോക്കിക്കേ. ഫിഗർ ഡിയിൽ അഡ്ജസൻറ്റ് ആയിട്ട് വരുന്നത് 1, 4, 6 ആണ് അല്ലേ.
ഒന്നിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം 3 സോ ആ 3 അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. 4ന്റെ ഓപ്പോസിറ്റ് 2 അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. 6ന്റെ ഓപ്പോസിറ്റ് 5 അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. സോ എന്താണ് ഡിയും വരാം. സോ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫിഗർ സി ആൻഡ് ഡി. സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒൺലി സി ആൻഡ് ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെലക്ട് ദ ബോക്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ബൈ ഫോൾഡിംഗ് ദ ഗിവൻ ഷീറ്റ് അലോങ് ദ ലൈൻസ്. അതായത് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു ഷീറ്റ് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ക്യൂബ് കിട്ടും, ഏത് ഡൈസ് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 2 ബ്ലാങ്ക് ഫേസസ് ഉണ്ട്. ഒരു ട്രയാങ്കിൾ, ഒരു ഡാർക്ക് സർക്കിൾ, പിന്നെ ഒരു സ്ക്വയർ, ഒരല്ലാത്ത ഡാർക്ക് അല്ലാത്തൊരു സർക്കിൾ ഉണ്ട് അല്ലേ. സോ നമുക്ക് ഓപ്പോസിറ്റ് ഫേസസ് ഏത് വരും? ഒരു ബ്ലാങ്ക് ഫേസസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, ഈ ബ്ലാങ്ക് ഫേസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? ഈ ഡാർക്ക് സർക്കിൾ വരുന്ന ഫേസ് ആണല്ലേ. അടുത്തത് ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരാണ്? ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ആരാണ്? ഈ സ്ക്വയർ ആണല്ലേ. അടുത്തത് ഈ ബ്ലാങ്ക് സ്പേസിന്റെ ഓപ്പോസിറ്റ് വരുന്നത് ഈ ഡാർക്ക് അല്ലാത്ത വൈറ്റ് സർക്കിൾ. ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് ഫേസസ് വരുന്നത്. സോ ഇങ്ങനെ വരുന്ന ക്യൂബ്സ്, ഡൈസ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ. ഫിഗർ എ നോക്കിക്കേ, ഒരു ബ്ലാങ്ക്, ഒരു ട്രയാങ്കിള്, ഒരു സ്ക്വയർ. നോക്കിക്കേ, ബ്ലാങ്ക്, ട്രയാങ്കിള്, സ്ക്വയർ ഓപ്പോസിറ്റ് ആയിട്ട് ഏതെങ്കിലും വരുന്നുണ്ടോ? നോക്കിക്കേ, ട്രയാങ്കിളും സ്ക്വയറും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. സോ അതെന്താണ്? അഡ്ജസന്റ് വരില്ല. ഓപ്ഷൻ ബിയിലും ട്രയാങ്കിളും സ്ക്വയറും അഡ്ജസന്റ് വരുന്നുണ്ട്, അത് നമുക്ക് അറിയാം ഓപ്പോസിറ്റ് ആണ്. സോ ബിയും വരില്ല. ഇനി എന്താണ്? ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സർക്കിൾ വരുന്നുണ്ട്, പിന്നെ എന്താണ്? ഡാർക്ക് സർക്കിളും അതുപോലെ വൈറ്റ് സർക്കിളും വരുന്നുണ്ട്. അത് മൂന്നും എന്താണ്? ഓപ്പോസിറ്റ് ഫേസസ് അല്ല അല്ലേ. ഈ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സ്ക്വയർ ആണ്, അത് അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. ഡാർക്ക് സർക്കിളിന്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണ്, അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. വൈറ്റ് സർക്കിളിന്റെ ഓപ്പോസിറ്റ് ബ്ലാങ്ക് ആണ്. സോ എന്താണ്? അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. സോ ഓപ്ഷൻ സി വരാം. അടുത്തെന്താണ്? 2 ബ്ലാങ്ക് സർക്കിൾസ് എന്ത് വരുന്നുണ്ട്, പിന്നെ ഒരു ഡാർക്ക് സർക്കിളും വരുന്നുണ്ട്. നമുക്കറിയാം ഒരു ബ്ലാങ്ക് ഫേസും ഒരു ഡാർക്ക് സർക്കിളും ഓപ്പോസിറ്റ് ആണ്. സോ എന്താണ്? അത് രണ്ടും എന്താണ്? ഒരുമിച്ച് വരില്ല. സോ ഓപ്ഷൻ ഡിയും വരില്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഫിഗർ സി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യൂബ്സ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദ അൺഫോൾഡഡ് ക്യൂബ്? എന്താണ്? ഈ തന്നിരിക്കുന്ന ക്യൂബ്സിൽ ഏതാണ് ഈ അൺഫോൾഡ് ആയിട്ടുള്ള ക്യൂബിന് ബേസ് ചെയ്യാത്തത്? അതായത് അൺഫോൾഡഡ് ആയിട്ടുള്ള ക്യൂബ് ഫോൾഡ് ചെയ്യുമ്പോൾ താഴെ വരുന്നതിൽ ഏതൊക്കെയോ 3 വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം വരുന്നില്ല, അല്ലെങ്കിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അൺഫോൾഡഡ് ക്യൂബിന്റെ ഓപ്പോസിറ്റ് ഫേസസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് ആരാണ്? സർക്കിൾ ആണല്ലേ. സോ സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സർക്കിള്. ഈ 5 ഡോട്ടിന്റെ ഓപ്പോസിറ്റ് ആരാ? ഈ 4 ആണല്ലേ. സോ 5 ഡോട്ട്, ഞാൻ 5 എന്ന് എഴുതുവാണ് കേട്ടോ, ഡോട്ട് ഇടുന്നതിന് പകരം 5 എന്ന് എഴുതുവാണ്. 5 ഡോട്ടിന്റെ ഓപ്പോസിറ്റ് 4 ആണ്. ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് 1 ആണ്. സോ നമുക്ക് വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യാം? നോക്കിക്കേ, ഫിഗർ എയില് ട്രയാങ്കിള്, സ്ക്വയർ, 4 അതാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് 1 ആണ്. 1 സോ അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. 5ന്റെ ഓപ്പോസിറ്റ് 4, അപ്പോൾ 4ന്റെ ഓപ്പോസിറ്റ് 5 ആണ്, അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സർക്കിൾ ആണ്, അതും അഡ്ജസന്റ് ആയിട്ട് വരുന്നില്ല. സോ ഫിഗർ എ എന്ന് പറയുന്നത് ഈ അൺഫോൾഡഡ് ആയിട്ടുള്ള ക്യൂബിനെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇനി ഫിഗർ ബി നോക്കിക്കേ, ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് 1 ആണ്, അത് അഡ്ജസന്റ് ആയിട്ട് വന്നിട്ടില്ല. സ്ക്വയറിന്റെ ഓപ്പോസിറ്റ് സർക്കിൾ ആണ്, അതും വന്നിട്ടില്ല. 5ന്റെ ഓപ്പോസിറ്റ് 4, അതും അഡ്ജസന്റ് ആയിട്ട് വന്നിട്ടില്ല. സോ ഫിഗർ ബിയും ഈ അൺഫോൾഡഡ് ക്യൂബിന്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. ഇനി ഫിഗർ സിയില് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് 1 ആണ്, അത് അഡ്ജസന്റ് വന്നിട്ടില്ല. 5ന്റെ ഓപ്പോസിറ്റ് 4 ആണ്, അതും അഡ്ജസന്റ് വന്നിട്ടില്ല. സർക്കിളിന്റെ ഓപ്പോസിറ്റ് സ്ക്വയർ ആണ്, അതും അഡ്ജസന്റ് വന്നിട്ടില്ല. സോ ഫിഗർ സിയും ഈ ഒരു ക്യൂബിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. അടുത്ത നോക്കിക്കേ, ഫിഗർ ഡിയില്
സർക്കിൾ ഉണ്ടല്ലേ, സർക്കിളിന്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം സ്ക്വയർ ആണ്, പക്ഷെ സ്ക്വയർ അഡ്ജസന്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വരാൻ പാടുണ്ടോ? ഇല്ല. സ്ക്വയർ എന്താണ്? സർക്കിളിന്റെ ഓപ്പോസിറ്റ് ആണ് വരാനുള്ളത്, അഡ്ജസന്റ് വരാൻ പാടില്ല. സോ ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ടല്ല ഫിഗർ ഡി വന്നേക്കുന്നത്. സോ ഫിഗർ ഡി അതിനെ ബേസ് ചെയ്തിട്ടല്ല. സോ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബേസ് ചെയ്തിട്ടില്ലാത്ത ക്യൂബ് ഏതാണെന്നാണ്. അത് ഫിഗർ ഡി ആണ്. സോ ഓപ്ഷനിൽ അതില്ല, മിസ്റ്റേക്ക് ആണ്. സോ ഫിഗർ ഡി ആണ് എന്തെന്ന് പറയുന്നത്, ഫിഗർ ഡി ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.